നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ കെട്ടിടം തകർന്നത് ഭരണകൂടത്തിന്റെ കടുത്ത അനാസ്ഥയുടെ ഇരയായി ഒരു സ്ത്രീ മരിച്ച വാർത്ത കേരളത്തെ ആകെ സങ്കടത്തിൽ ആക്കിയിരിക്കുകയാണ്. മന്ത്രിമാർ ഉൾപ്പെടെ സംഭവസ്ഥലത്തെ നിസ്സാരമായി കണ്ടതുവഴി രക്ഷാപ്രവർത്തനം വൈകിയത് കൊണ്ടാണ് ആ ജീവൻ പൊലിഞ്ഞതെന്ന പരാതി ഉയർന്നു കഴിഞ്ഞു. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. അപകട ഭീഷണി ഉണ്ടായിട്ടും ബലക്ഷയം വന്ന കെട്ടിടം പുനർനിർമ്മിക്കുകയോ പൊളിച്ചു കളയുകയോ ചെയ്യാറുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയരുകയാണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയുടെയും ഉത്തരവാദിത്തം ഇല്ലായ്മയുടെയും മെല്ലെപ്പോക്കിൻ്റെയും പ്രതീകം തന്നെയായിട്ട് മാറുകയാണ് ഈ സംഭവം. തകർന്നു വീണത് അടച്ചിട്ട കെട്ടിടമാണെന്ന് സംഭവസ്ഥലത്തെത്തിയ PN വാസവനും വീണ ജോർജും മുൻകൂർ പ്രഖ്യാപനം നടത്തിയത് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായെന്ന ആരോപണവും ഗുരുതരമാണ്. അപകടത്തിൽ 2 പേർക്ക് നിസ്സാരമായി പരിക്കേറ്റതേയുള്ളൂവെന്നും അവർ പറഞ്ഞു. മെഡിക്കൽ കോളേജ് അധികൃതർ ഉൾപ്പെടെയുള്ളവർ അപകടത്തെ നിസാരവൽക്കരിച്ച് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് തകർന്നു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ശസ്ത്രക്രിയ നടത്താനെത്തിയ മകൾക്ക് കൂട്ടെത്തിയ ഒരു പാവം അമ്മ മരിച്ചു കിടക്കുകയായിരുന്നു. ആരും കുടുങ്ങിയിട്ടില്ലെന്ന് അധികൃതർ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിൽ സ്വാഭാവികമായി മെല്ലെപ്പോക്കുണ്ടായി. ബിന്ദുവെന്ന വനിതയെ കാണാനില്ലെന്ന് പരാതി ഉയർന്നതിനു ശേഷമാണ് അവർക്ക് വേണ്ടി ഗൗരവത്തിലുള്ള തിരച്ചിൽ ആരംഭിച്ചത്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി ജീവൻ നഷ്ടപ്പെട്ട ബിന്ദുവിനെ പുറത്തെടുക്കാനായത് അപകടം നടന്ന് 2 മണിക്കൂറിലേറെ വൈകിയാണ്. നേരത്തെ തന്നെ കെട്ടിട അവശിഷ്ടങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിൽ ചിലപ്പോൾ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ മന്ത്രിമാരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ വസ്തുനിഷ്ഠയും ഉത്തരവാദിത്വത്തോടും കൂടി ആകണം. കാര്യങ്ങൾ ലഘൂകരിച്ച് ഗുരുതരമായുള്ള സാഹചര്യത്തെ ആദ്യം തന്നെ വെള്ള പൂശരുതെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ആളുകൾ ഉപയോഗിക്കില്ലെന്ന് അധികൃതർ പറഞ്ഞ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണത്. ശുചിമുറിയിൽ പോയപ്പോഴാണ് ബിന്ദു അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്തെ സർക്കാർ ആസ്പത്രികൾ ഇതുപോലെ പല കെട്ടിടങ്ങളും ഗുരുതരാവസ്ഥയിലാണ്. പഴക്കം കൊണ്ടും പുതുക്കം മാറുന്നതിന് മുമ്പും പൊട്ടിപ്പൊളിഞ്ഞവ. അപകടാവസ്ഥയിൽ ഉപയോഗിക്കരുത് എന്നിങ്ങനെയുള്ള ബോർഡ് വെച്ച് അധികൃതർ പ്രശ്നം പരിഹരിക്കാറുണ്ടെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്ന കെട്ടിടത്തിലേക്കുള്ള പ്രവേശനം വിലക്കാൻ ഇങ്ങനെയൊരു ബോർഡ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആരോഗ്യ മേഖല ഇതിനകം കൈവരിച്ച നേട്ടങ്ങളെയെല്ലാം ചോദ്യം ചെയ്യുന്നവയാണ് ഇത്തരം അപകടങ്ങൾ. ആലപ്പുഴ ജനറൽ ആസ്പത്രിയിൽ നിരീക്ഷണ മുറിയിലെ ഫാൻ പൊട്ടി തലയിൽ വീണ് കൂട്ടിരിപ്പുകാരന് പരിക്കേറ്റതും 2022 ജൂണിലാണ്. അതേ വർഷം തന്നെ മലപ്പുറം തിരൂരിൽ ജില്ലാ ആസ്പത്രിയിൽ ലിഫ്റ്റിന്റെ 5ാം നിലയിൽ നിന്ന് വീണ് 8 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ 40 വർഷം കൊണ്ട് ക്യാൻസർ ചികിത്സയിലും മറ്റു സൗകര്യങ്ങളിലും മികവ് അടയാളപ്പെടുത്തിയിട്ടുള്ള തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്റർ അറ്റകുറ്റപ്പണിക്കായി തുറന്നിട്ടിരുന്ന ലിഫ്റ്റിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതിയുടെ മരണം 2021